ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഡിഗ്രിയുടെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മാസത്തിൻ്റെ അടുത്ത സമയമുണ്ട്, 27-ാം തീയതിയോളം വരെ സമയമുണ്ട് നമുക്ക് പഠിക്കുവാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഈ 6th സെമ്മിൻ്റെ എക്സാം വളരെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. നമുക്കറിയാം 6th സെമ്മിൻ്റെ എക്സാം ഒരു പേപ്പർ പോലും പോവാതെ വളരെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ സിലബസ് ബേസ്ഡ് ഒരു സ്റ്റഡി നടത്താൻ പോവുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ എക്സാമിന് വേണ്ടി ഒരുങ്ങാൻ പോവുകയാണ്. നമ്മൾ സിലബസ് ബേസ്ഡിൽ എന്തൊക്കെ ഓരോ ടോപ്പിക്കിലും ഓരോ പേപ്പറിലും എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ ആ ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, എന്തൊക്കെ നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുക, ഇതുപോലെയുള്ള ഡിസ്കഷൻസിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മുടെ ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്ന പേപ്പറിൻ്റെ സിലബസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആർക്കിയോളജി ഇൻ ഇന്ത്യയിൽ നമുക്ക് 4 മൊഡ്യൂളുകളാണ് പഠിക്കുവാനുള്ളത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ആർക്കിയോളജിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്, ഇൻട്രൊഡക്ഷൻ ടു ആർക്കിയോളജി. അതിൽ നമുക്ക് ഡെഫിനിഷൻ, ആർക്കിയോളജിയുടെ ഒരു ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. മീനിങ്, ഏത് വേർഡിൽ നിന്നാണ് ആർക്കിയോളജി എന്ന വേർഡ് വരുന്നത്, അതിൻ്റെ നേച്ചർ എന്താണ്, ആർക്കിയോളജിയുടെ നേച്ചർ, സ്കോപ്പ്, അതുപോലെ തന്നെ ആർക്കിയോളജി ആസ് എ സയൻസ് എന്തൊക്കെയാണ്, സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, സയൻറ്റിഫിക്കൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ആർക്കിയോളജി സയൻസിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ആസ് എ സോഷ്യൽ സയൻസ്, ആർക്കിയോളജി ആസ് എ സോഷ്യൽ സയൻസ് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ സോഷ്യൽ സയൻസിന് കൊടുക്കുന്നുണ്ട്. ദെൻ ആർക്കിയോളജി ആൻഡ് കൾച്ചർ സ്റ്റഡീസ് എന്താണ്, അതുപോലെ തന്നെ ആർക്കിയോളജിക്ക് മറ്റ് ഡിസിപ്ലിൻസുമായിട്ടുള്ള റിലേഷൻ, ഇറ്റ്സ് റിലേഷൻ വിത്ത് അതർ ഡിസിപ്ലിൻസ് എന്താണ്, മറ്റു ഡിസിപ്ലിൻസുമായിട്ട് എന്ത് റിലേഷൻ ആണുള്ളത്, എങ്ങനെ ആർക്കിയോളജിയും മറ്റു ഡിസിപ്ലിനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ആർക്കിയോളജിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ബേസിക് ടെക്നോളജീസ് ഏതൊക്കെയാണ്. ദെൻ ആർട്ടിഫാക്ട്സ്, നമ്മൾ ആർക്കിയോളജിയിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകളാണ് ആർട്ടിഫാക്ട്സ്, എക്കോഫാക്ട്സ്, സൈറ്റ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ മീനിങ്. ദെൻ മേജർ സബ് ഡിസിപ്ലിൻസ് ഓഫ് ആർക്കിയോളജി, ആർക്കിയോളജിയുടെ പ്രധാനപ്പെട്ട മേജർ സബ് ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ്. ദെൻ ന്യൂ ആർക്കിയോളജിയും അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊസഷ്യൽ ആർക്കിയോളജിയും തമ്മിലുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ തന്നെ CRM, കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഒരുപാട് വലിയ ടോപ്പിക്കുകളാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്, നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ മീനിങ്, ഡെഫിനിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ, അതായത് ആർക്കിയോളജിയും മറ്റ് സബ്ജക്റ്റുകളും ഒക്കെ ആയിട്ടുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പം ആർക്കിയോളജിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രിൻസിപ്പിൾസ്, ബേസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജി, ആർക്കിയോളജി ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ആർക്കിയോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നത്. ദെൻ അതിലെ ഫസ്റ്റത്തെ മെത്തേഡാണ് എക്സ്പ്ലോറേഷൻ മെത്തേഡ്. ഈ എക്സ്പ്ലോറേഷൻ മെത്തേഡും എക്സ്കവേഷൻ മെത്തേഡ്സും ശ്രദ്ധിക്കുക. എക്സ്പ്ലോറേഷൻ മെത്തേഡ്സും എക്സ്കവേഷൻ മെത്തേഡ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലോറേഷനും എക്സ്കവേഷൻ മെത്തേഡ്സും പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. എക്സ്പ്ലോറേഷൻ മെത്തേഡ്സിൽ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് സർഫേസ്, സബ് സർഫേസ്, ഏരിയൽ സർവേ എന്ന് പറഞ്ഞ 3 കാറ്റഗറൈസേഷൻ ഉണ്ട് ഈ എക്സ്പ്ലോറേഷൻ മെത്തേഡിന് തന്നെ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എക്സ്കവേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, എക്സ്കവേഷൻ എക്യുപ്മെൻറ്റുകൾ, എക്സ്കവേഷൻ നടത്തുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ആർക്കിയോളജിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ ഏതൊക്കെയാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് എക്സ്കവേഷനിൽ വരുമ്പോൾ അതിൽ വരുന്ന എക്സ്കവേഷൻ മെത്തേഡ്സ് ആണ് വെർട്ടിക്കൽ എക്സ്കവേഷൻ മെത്തേഡ്, ഹോറിസോണ്ടൽ എക്സ്കവേഷൻ, അതുപോലെ തന്നെ സാൽവേജ് എക്സ്കവേഷൻ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് എക്സ്കവേഷൻ മെത്തേഡ്സ് ആണുള്ളത്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റിഗ്രാഫി. സ്ട്രാറ്റിഗ്രാഫി എന്താണ് എന്നുള്ളത് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റിഗ്രാഫി, എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റിഗ്രാഫി, കീ ഡേറ്റിംഗ് മെത്തേഡ്സ്, അതായത് നമുക്ക് അറിയാം നമ്മുടെ പുരാതന വസ്തുക്കളുടെ അല്ലെങ്കിൽ ആർട്ടിഫാക്റ്റുകളുടെയൊക്കെ
കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളെയാണ് ഈ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ഡേറ്റിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസുകൾ അല്ലെങ്കിൽ റെക്കോർഡുകളെ എങ്ങനെയാണ് റെക്കോർഡിംഗ് ഫോംസ് ആക്കി മാറ്റുന്നത്, എങ്ങനെയാണ് അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, ആ ഫോംസ് ഏതൊക്കെയാണ്? ദെൻ പോസ്റ്റ് എക്സ്കവേഷൻ അനാലിസിസ് എന്താണ്? ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുവാനുള്ളത്. തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യ. ഇതുവരെ നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ബേസിലേക്ക് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് എങ്ങനെയായിരുന്നു നടന്നത്, തുടക്കം എങ്ങനെയായിരുന്നു, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ എന്ന് ആരംഭിച്ചു, ആരായിരുന്നു അതിൻ്റെ പിതാവ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് തൊട്ട്, അതായത് നമുക്കറിയാം കൊളോണിയൽ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരാണ് നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യയിൽ എങ്ങനെ തുടക്കം കുറിച്ചു. ദെൻ ആൻറ്റിക്വേറിയൻ ഫേസ് എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ASI ആൻഡ് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ASIയുടെ ഫുൾ ഫോം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റുകൾ, ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് ആയിട്ടുള്ളത്. അതിൽ ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റുകളിൽ പ്രധാനപ്പെട്ടവരാണ് അലക്സാണ്ടർ കണ്ണിങ്ങും, ജോൺ മാർഷൽ, മോർട്ടിമർ വീലർ. ഇവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷനാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഈ 3 പേരുകൾ വീണ്ടും വീണ്ടും കേട്ടിട്ടുള്ളതാണ്. അലക്സാണ്ടർ കണ്ണിങ്ങം, ജോൺ മാർഷൽ, മോർട്ടിമർ വീലർ ഒക്കെ. ഇവരെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിനുശേഷം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരെയുള്ള ഇന്ത്യയിലെ ആർക്കിയോളജിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു? ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റ് സിൻസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ആർക്കിയോളജിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കണം. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ കേരള. കേരളത്തിലെ ആർക്കിയോളജിയുടെ ചരിത്രം. ഇതുവരെ നമ്മൾ ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യ പഠിച്ചു. അതിനുശേഷം ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ കേരള അതുവരെയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരുമ്പം ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ്, ഈ ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സൈറ്റ്സിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒരുപാട് സൈറ്റുകളുണ്ട്, ഇതൊക്കെ ഓർത്ത് വെക്കണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. ആർക്കിയോളജി സൈറ്റ്സ് ഇൻ ഇന്ത്യ, ഏതൊക്കെ പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റ്സുകളാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളത് നോക്കണം. അതിനുശേഷം നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഓഫ് സൈറ്റ്സ്. ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സൈറ്റ്സിന് ഹിസ്റ്റോറിക്കൽ വാല്യൂസ് എത്രത്തോളമുണ്ട്. അതിനുശേഷമുള്ളതാണ് ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആൻഡ് മോണ്യുമെൻറ്റ്സ് ഇൻ ഇന്ത്യ. വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലും മോണ്യുമെൻറ്റ്സും ഇന്ത്യയിൽ എത്രത്തോളമുണ്ട് അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. അതിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റുകളാണ് നളന്ദ ഇൻ ബീഹാർ. നളന്ദ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദെൻ അരികമേട്, പട്ടണം, സാരനാഥ് അശോകൻ പിള്ളാർ, ഗിർനാർ റോക്ക് എഡിക്സ്, സാഞ്ചി, അമരാവതി, അജന്ത എല്ലോറ റോക്ക് കട്ട് ആർക്കിടെക്ചർ, ബദമി, ഐഹോൾ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐഹോൾ ഇൻസ്ക്രിപ്ഷനൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളവയാണ്. പട്ടടക്കൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ടെമ്പിൾസ്, ബൃഹദീശ്വര ടെമ്പിൾ, ഡൽഹി സുൽത്താനേറ്റ്, ആർക്കിടെക്ചർ അറ്റ് ഡൽഹി, ദെൻ മുഗൾ ആർക്കിടെക്ചർ അറ്റ് ആഗ്ര, ഫോർട്ട്സ് ആൻഡ് മോണ്യുമെൻറ്റ്സ് ഓഫ് ബിജാപൂർ. ഇത്രയുമാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിലെ ആർക്കിയോളജിയിൽ എന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ സിലബസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ഉണ്ട്, കുറേ ഉണ്ട്, നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വെറുതെയാണ്. ബി പോസിറ്റീവ്. കുറഞ്ഞ ടോപ്പിക്കുകളാണ്. ഈ ടോപ്പിക്കുകളൊക്കെ ഏറെക്കുറെ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാണാതെ പഠിക്കേണ്ട കുറച്ച് എക്യുപ്മെൻറ്റുകളുടെ പേരുകൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നോട്ട്സ് അടക്കമായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഉടനെ തന്നെ വരുന്നതാണ്. സോ എല്ലാവരും ബുക്കും പെന്നും ഒക്കെ എടുത്ത് ഇരിക്കുക. നമുക്ക് ആർക്കിയോളജി വളരെ
പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാം. ഒരുപാട് ദൈർഘ്യമൊന്നുമില്ല. ആർക്കിയോളജി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്തോ സാധനമാണിത്, ഇത് പഠിക്കാൻ ഭയങ്കര പാടാണെന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.